ഫെബ്രുവരി 18 വിശുദ്ധ ബർണാഡൈറ്റ്. 1844 ജനുവരി 7 ഫ്രാൻസിലെ ലൂർദിലാണ് വിശുദ്ധ ബർണാഡൈറ്റ് ജനിച്ചത്. അവരുടെ മാതാപിതാക്കൾ വളരെ ദരിദ്രരായിരുന്നു. 9 മക്കളിൽ ആദ്യത്തെ കുട്ടിയായിരുന്നു അവർ. ജനുവരി 9 പ്രാദേശിക ഇടവക പള്ളിയായ സെന്റ് പിയേഴ്സിൽ അവർ സ്നാനമേറ്റു. ഒരു കൊച്ചുകുട്ടിയായിരിക്കെ ബർണാഡൈറ്റിനെ കോളറ പിടിപെടുകയും കടുത്ത ആസ്മ ബാധിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അവർ ജീവിതകാലം മുഴുവൻ മോശം ആരോഗ്യത്തോടെയാണ് ജീവിച്ചത്. 1858 ഫെബ്രുവരി 11 വ്യാഴാഴ്ച 14 വയസ്സുള്ള ബർണാഡൈറ്റിനെയും അവളുടെ അനുജത്തിയെയും ഒരു സുഹൃത്തിനെയും വിറക് ശേഖരിക്കാൻ അയച്ചു. അപ്പോൾ മസാബിയേൽ എന്ന ഗ്രോട്ടോയിലെ ഒരു റോസാപ്പൂവിൻ്റെ മുകളിൽ വളരെ സുന്ദരിയായ ഒരു സ്ത്രീ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. നീലയും വെള്ളയും നിറങ്ങളിലുള്ള വസ്ത്രം ധരിച്ച ആ സ്ത്രീ ബർണാഡൈറ്റിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആനക്കൊമ്പും സ്വർണവും കൊണ്ടുള്ള ഒരു ജപമാല ധരിച്ച് കുരിശടയാളമുണ്ടാക്കി. ബർണാഡൈറ്റ് മുട്ടുകുത്തി വീണു. സ്വന്തം ജപമാല പുറത്തെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബർണാഡൈറ്റ് പിന്നീട് ആ സ്ത്രീയെ ഒരു കൊച്ചു യുവതി എന്ന് വിശേഷിപ്പിച്ചു. അവളുടെ സഹോദരിയും സുഹൃത്തും അവളെ കാണാൻ കഴിയില്ലെന്ന് അവകാശപ്പെട്ടെങ്കിലും താൻ കണ്ടത് യഥാർത്ഥമാണെന്ന് ബർണാഡൈറ്റിന് അറിയാമായിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ബർണാഡൈറ്റും സഹോദരി മേരിയും മറ്റ് പെൺകുട്ടികളും ഗ്രോട്ടോയിലേക്ക് മടങ്ങി. അവിടെ ബർണാഡൈറ്റ് മുട്ടുകുത്തി അക്വേറോ വീണ്ടും കാണാമെന്ന് പറഞ്ഞു. അവൾ ഒരു മയക്കത്തിലേക്ക് വീണു. ഒരു പെൺകുട്ടി ആ മാളത്തിലേക്ക് വിശുദ്ധ ജലമൊഴിച്ചു. മറ്റൊരാൾ ഒരു പാറ എറിഞ്ഞു. അത് നിലത്ത് തകർന്നു. അപ്പോഴാണ് ആ ദർശനം അപ്രത്യക്ഷമായത്. ഫെബ്രുവരി 18 ദർശനം തന്നോട് 2 ആഴ്ചത്തേക്ക് എല്ലാ ദിവസവും ഗ്രോട്ടോയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടതായി ബർണാഡൈറ്റ് പറഞ്ഞു. ഓരോ സന്ദർശനത്തോടെയും ബർണാഡൈറ്റ് കന്യാമറിയത്തെ കണ്ടു. ദൈനംദിന ദർശനങ്ങളുടെ കാലഘട്ടം ലാ ക്വിൻസെയിൻ സാക്രി എന്നറിയപ്പെട്ടു, അതായത് വിശുദ്ധ 2 ആഴ്ച. ബർണാഡൈറ്റ് ഗ്രോട്ടോ സന്ദർശിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ മാതാപിതാക്കൾ ലജ്ജിച്ചു. അവളെ തടയാൻ ശ്രമിച്ചു, പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല. ഫെബ്രുവരി 25 ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ദർശനം ലഭിച്ചതായി ബർണാഡൈറ്റ് അവകാശപ്പെട്ടു. ആ നീരുറവയിലെ വെള്ളം കുടിക്കാനും അതിൽ കുളിക്കാനും അവിടെ വളർന്ന സസ്യം ഭക്ഷിക്കാനും ഒരു പ്രായശ്ചിത്തമായി ആ ദർശനം അവളോട് പറഞ്ഞിരുന്നു. അടുത്ത ദിവസം ഗ്രോട്ടോയിലെ ചെളി നിറഞ്ഞ വെള്ളം വൃത്തിയാക്കി ശുദ്ധജലം ഒഴുകി. മാർച്ച് 2 13-ാം പ്രത്യക്ഷീകരണ സമയത്ത് ബർണാഡൈറ്റ് തൻ്റെ കുടുംബത്തോട് ദുഃഖിതയായി. ഒരു ചാപ്പൽ പണിയുകയും ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. 1 മണിക്കൂറിലധികം അനുഭവിച്ചതായി ബർണാഡൈറ്റ് അവകാശപ്പെടുന്ന 16-ാം ദർശനം മാർച്ച് 25 ആ സ്ത്രീയോട് തൻ്റെ പേര് ചോദിച്ചതായി ബർണാഡൈറ്റ് അവകാശപ്പെട്ടു. പക്ഷേ അവരുടെ ചോദ്യത്തിന് ഒരു പുഞ്ചിരി മാത്രമേ ലഭിച്ചുള്ളൂ. ബർണാഡൈറ്റ് വീണ്ടും 3 തവണ കൂടി ചോദിച്ചു. ഒടുവിൽ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ അമലോത്ഭവ ഗർഭധാരണമാണ്. പല പട്ടണവാസികളും അവൾ പരിശുദ്ധ കന്യകയെ കാണുന്നുണ്ടെന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും ബർണാഡൈറ്റിൻ്റെ കഥ അവളുടെ പട്ടണത്തിൽ ഒരു ഭിന്നത സൃഷ്ടിച്ചു. പലരും അവൾ സത്യം പറയുന്നുണ്ടെന്ന് വിശ്വസിച്ചു. മറ്റുള്ളവർ അവൾക്ക് ഒരു മാനസിക രോഗമുണ്ടെന്ന് വിശ്വസിച്ച് അവളെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പാർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബർണാഡൈറ്റിൻ്റെ ദർശനങ്ങൾ അവൾ പ്രായശ്ചിത്തത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ചിലർ വിശ്വസിച്ചു. പള്ളി അധികൃതരും ഫ്രഞ്ച് സർക്കാരും പെൺകുട്ടിയെ കർശനമായി ചോദ്യം ചെയ്തു. 1862 ആയപ്പോഴേക്കും അവൾ പറഞ്ഞത് സത്യമാണെന്ന് അവർ സ്ഥിരീകരിച്ചു. ബർണാഡൈറ്റ് ആദ്യമായി നീരുറവയിൽ നിന്ന് ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കാൻ കാരണമായതു മുതൽ 69 രോഗശാന്തികൾ ലൂർദ് മെഡിക്കൽ ബ്യൂറോ സ്ഥിരീകരിച്ചു. അങ്ങേയറ്റം കർശനമായ ശാസ്ത്രീയവും വൈദ്യശാസ്ത്രപരമായ പരിശോധനകളാണെന്ന് സഭ അവകാശപ്പെട്ടതിന് ശേഷം രോഗശാന്തികൾക്ക് കാരണമെന്താണെന്ന് ആർക്കും വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ബർണാഡൈറ്റിനെ ആദ്യം പരിശോധിച്ച ലൂർദ് കമ്മീഷൻ വെള്ളത്തിൽ ഒരു വിശകലനം നടത്തിയെങ്കിലും അതിൽ ഉയർന്ന ധാതുക്കളുടെ അളവ് അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ നിർണ്ണയിക്കാൻ കഴിഞ്ഞുള്ളൂ. രോഗികളെ സുഖപ്പെടുത്തുന്നത് വിശ്വാസവും പ്രാർത്ഥനയുമാണെന്ന് ബർണാഡൈറ്റ് വിശ്വസിച്ചു. തൻ്റെ ദർശനങ്ങളുടെ സ്ഥലത്ത് ഒരു ചാപ്പൽ പണിയാൻ ബർണാഡൈറ്റ് പ്രാദേശിക പുരോഹിതനോട് ആവശ്യപ്പെട്ടു. ലൂർദ് മാതാവിൻ്റെ സങ്കേതം ഇപ്പോൾ ലോകത്തിലെ പ്രധാന കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. 25,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സെയിൻറ്റ് പിയോസ് 10 ബസിലിക്ക ഉൾപ്പെടെ നിരവധി ചാപ്പലുകളും പള്ളികളും ഇതിനു ചുറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഭാവിയിലെ ജോൺ 23 മാർപ്പാപ്പ ഫ്രാൻസിലേക്കുള്ള ചാപ്പൽ ന്യൂൻഷോ ആയിരുന്നപ്പോൾ ഇത് സമർപ്പിച്ചു. അത്ഭുതങ്ങൾക്കും നിർമ്മാണങ്ങൾക്കും ശേഷം തനിക്ക് ലഭിക്കുന്ന ശ്രദ്ധ ഇഷ്ടപ്പെട്ടില്ലെന്ന് ബർണാഡൈറ്റ് തീരുമാനിക്കുകയും സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് നെവേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റൽ സ്കൂളിൽ ചേരുകയും അവിടെ വായിക്കാനും എഴുതാനും പഠിക്കുകയും ചെയ്തു. കാർമലൈറ്റ് സഭയിൽ ചേരാൻ അവൾ ആലോചിച്ചിരുന്നുവെങ്കിലും അവളുടെ ആരോഗ്യം വളരെ ദുർബലമായിരുന്നു. 1866 ജൂലൈ 29 ബർണാഡൈറ്റ് ഒരു പോസ്റ്റലിൻ്റെ മതപരമായ ശീലം സ്വീകരിച്ച് നെവേഴ്സിലുള്ള അവരുടെ മാതൃഭവനത്തിൽ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിൽ ചേർന്നു. സിസ്റ്റർ മേരി തെരേസ വാവുസോ ആയിരുന്നു അവരുടെ മിസ്ട്രസ് ഓഫ് നോവിസസ്. അക്കാലത്തെ മദർ സുപ്പീരിയർ മുത്തശ്ശിയുടെ ബഹുമാനാർത്ഥം അവർക്ക് മേരി ബർണാഡ് എന്ന് പേരിട്ടു.
ബെർണാഡെറ്റ് തൻ്റെ ജീവിതകാലം മുഴുവൻ അവിടെ ഒരു ഇൻഫർമറി അസിസ്റ്റൻ്റായും പിന്നീട് ഒരു സാക്രിസ്റ്റനായും ജോലി ചെയ്തു. ആളുകൾ അവരുടെ എളിമയെയും ത്യാഗമനസ്കതയെയും പ്രശംസിച്ചു. ഒരിക്കൽ ഒരു കന്യാസ്ത്രീ അവളോട് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ലഭിച്ചതിനാൽ അഭിമാനത്തിൻ്റെ പ്രലോഭനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് എങ്ങനെ കഴിയും? അവൾ പെട്ടെന്നുത്തരം പറഞ്ഞു. ഞാൻ ഏറ്റവും അജ്ഞയായതിനാൽ മാത്രമാണ് പരിശുദ്ധ കന്യക എന്നെ തിരഞ്ഞെടുത്തത്. നിർഭാഗ്യവശാൽ വലത് കാൽമുട്ടിലെ അസ്ഥിയിൽ ക്ഷയരോഗം കണ്ടെത്തിയതിനാൽ കോൺവെന്റ് ജീവിതത്തിൽ പങ്കെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 1879 ഏപ്രിൽ 16 35 വയസ്സുള്ളപ്പോൾ സെയിന്റ് ഗിൽഗാഡ് കോൺവെന്റിലെ സെയിന്റ് ക്രോയിക്സ് ഇൻഫർമറിയിൽ വിശുദ്ധ ജപമാല ചൊല്ലുന്നതിനിടെ അവർ മരിച്ചു. മരണക്കിടക്കയിൽ പോലും ബെർണാഡെറ്റ് കഠിനമായ വേദന അനുഭവിച്ചു. കന്യകാമറിയത്തിൻ്റെ പ്രായശ്ചിത്തം അനുതാപം എന്ന് ഉത്ബോധനം പാലിച്ചുകൊണ്ട് അവൾ പ്രഖ്യാപിച്ചു. ഇതെല്ലാം സ്വർഗത്തിന് നല്ലതാണ്. ബെർണാഡിൻ്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു. ദൈവമാതാവായ വാഴ്ത്തപ്പെട്ട മറിയമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.